അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സുപ്രധാനമായ ഒരു പ്രാർത്ഥന, ജീവിതത്തിൽ നന്മയുള്ളവരാകാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അതിൻ്റെ ചെറിയൊരു വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടെ പറഞ്ഞ സംഗതി, യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ല. മുആദെ, അള്ളാൻ്റെ വിഷയത്തിൽ ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ ഇഷ്ടം, സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുന്ന രീതി, എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഇത് പ്രാർത്ഥിക്കാതെ താങ്കൾ വിട്ടുപോകരുത്. അഥവാ ഈ പ്രാർത്ഥന താങ്കൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അല ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അല ദിക്രിക്, നിന്നെ ഓർക്കാൻ, വശുക്രിക്, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക്, നിനക്ക് നല്ല രീതിയിൽ ഇബാദത്തെടുക്കാൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വേണ്ട സുപ്രധാനമായ 3 കാര്യങ്ങൾക്കുള്ള തൗഫീക്കിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടുന്നത്. നമ്മോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഏതാണ് 3 കാര്യങ്ങൾ? ഒന്ന്, അല്ലാഹുമ്മ അഇന്നി അല ദിക്രിക്, അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാനുള്ള ഒരു സഹായം നിന്നിൽ നിന്നുണ്ടാകണം. നമ്മൾ നന്മയുള്ളവരാകാൻ, നമ്മൾ നല്ല ജീവിതം നയിക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകേണ്ടവനാരാ? മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലണമെങ്കിൽ, ജീവിതത്തിൽ നല്ല രീതിയിൽ ഇബാദത്തെടുക്കണമെങ്കിൽ, ജീവിതത്തിൽ ഏതൊരു ചെറിയ നന്മയാകട്ടെ വലിയ നന്മകളാകട്ടെ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ റഹ്മാനായ റബ്ബിൽ നിന്നുള്ള തൗഫീക്ക് ലഭിക്കണം. ആ തൗഫീഖിനെയാണ്, ആ സഹായത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചോദിക്കുന്നത്. എല്ലാ നമസ്കാരത്തിലും ആവർത്തിച്ച് ഒരു മുസ്ലിം ചൊല്ലേണ്ടുന്ന സൂറത്തുൽ ഫാത്തിഹയിലൂടെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് തേടാനുള്ള തേട്ടം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ആ ഇസ്തിആനത്ത്, ആ സഹായത്തേട്ടം, നന്മ ചെയ്യാനുള്ള സഹായത്തേട്ടം, നല്ലവരായ ജീവിതം നയിക്കാനുള്ള സഹായത്തേട്ടം, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിതം നയിക്കാനുള്ള തൗഫീഖും സഹായവും റബ്ബിനോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, എന്നെ നീ സഹായിക്കണേ. എന്തിലാ സഹായിക്കേണ്ടത്? അല ദിക്രിക്, നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്വമുള്ള ഇബാദത്തായിട്ടാണ് ദിക്റിനെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ, അത് നാവുകൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും ഒക്കെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരു സൽക്കർമ്മവും അത് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്സറുഹും ദിക്റ, ആ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാനെ ഓർക്കുമ്പോഴാണ്, അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴാണ്.
ഒരുപാട് സ്വർണം, ഒരുപാട് വെള്ളി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ള കർമ്മമായി ഇസ്ലാം പരിചയപ്പെടുത്തിയത് ദിക്റുള്ളയാണ്. അള്ളാഹിനെ ഓർക്കുക. ആ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് 5 നേരത്തെ നമസ്കാരത്തെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. ആ റബ്ബിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ കണ്ണു തുറന്ന് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ, ഉറങ്ങുമ്പോൾ വരെ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂതു എന്ന് പഠിപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എന്തിനാ പ്രാർത്ഥനകൾ, എന്തിനാണ് അദ്കാറുകൾ, ദിക്റുകൾ? നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഓർത്ത്, ജീവിതത്തിൽ എത്ര തിരക്കുകളുണ്ടെങ്കിലും നിങ്ങളത് മറന്നു പോകാൻ പാടില്ല, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം നിയമങ്ങളും ഇത്തരം ഇസ്ലാമികമായ നിർദ്ദേശങ്ങളിലൂടെ എല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അള്ളാഹനെ ഒരാൾക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ ഓർക്കുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. നമ്മൾ അള്ളാഹനെ ഓർക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുള്ള അവൻ്റെ സവിധത്തിൽ നമ്മെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ദിക്റുല്ലാ എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. അതുകൊണ്ട് ആ ദിക്ർ, പടച്ചോനെ, ജീവിതത്തിൽ തിരക്കുകളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. പലപ്പോഴും ഈ തിരക്കുകളിലും ഡിസ്ട്രാക്ഷൻ്റെ ശ്രദ്ധ തെറ്റിക്കപ്പെടുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തു പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാനുള്ള തൗഫീഖ് റബ്ബേ എനിക്ക് നൽകണേ. ഇതാണ് ഒന്നാമതായി അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ തേട്ടം, അല്ലാഹുമ്മ അഇന്നി അല ദിക്രിക് വശുക്രിക്, അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ. വശുക്രിക്, നിന്നോട് നന്ദി കാണിക്കാൻ, ശുക്ർ കാണിക്കാൻ. അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ നമുക്കൊന്നും ആലോചിച്ചാൽ, അതല്ലെങ്കിൽ എണ്ണാൻ നിന്നാൽ തീർക്കാൻ കഴിയാത്ത കോടാനുകോടി അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. ആ റഹ്മാനായ റബ്ബിനോട്, അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ ഒരു തേട്ടം, പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ആകാശലോകത്തേക്ക് ഉയർന്നു പോകേണ്ടതുണ്ട്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയോ ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹ്ക്കിഷ്ടപ്പെട്ട, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കാര്യങ്ങളിൽ മാത്രം വിനിയോഗിക്കാൻ. പലപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുന്നതിനു പകരം, അതെടുത്തു പറയുന്നതിന് പകരം, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സംസാരിക്കുന്നതിന് പകരം അതുവരെ നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അനുഗ്രഹങ്ങൾ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വരെ ശുക്രിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിനോട് നന്ദി കാണിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഇപ്രകാരം നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് അനുഗ്രഹീതനാണ്, ഞാൻ എൻ്റെ റബ്ബിന് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മിനല്ലാഹ്, അതെൻ്റെ റബ്ബിൽ നിന്ന് മാത്രമാണ് എന്ന മനസ്സിൻ്റെ പ്രഖ്യാപനത്തിലൂടെ ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട വഴിയിൽ മാത്രം ഉപയോഗപ്പെടുത്തി അള്ളാഹ് പറഞ്ഞ അവൻ്റെ കൽപ്പനകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ശുക്റുള്ളവരായി, ശാക്കിരീങ്ങളായി നമ്മൾ മാറുകയുള്ളൂ. മാത്രമല്ല, ലഇൻ ശകർത്തും ലഅസീദന്നക്കും, അങ്ങനെ ശുക്റുള്ളവരായാൽ എന്താ നേട്ടം? നിങ്ങൾ നന്ദിയുള്ളവരായി മാറിയാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കും ഇതേ അനുഗ്രഹങ്ങൾ
നാം വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ്. ജീവിതത്തിൽ ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞ് എനിക്കത് ലഭിച്ചില്ല, ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അള്ളാഹു നൽകിയ നിഅമത്തുകൾ, അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഞാൻ എത്ര അനുഗ്രഹീതനാണ് എന്ന ഒരു ശുക്റിൻ്റെ മാനസികാവസ്ഥയിലേക്ക് എന്ന് നമ്മൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ വർധനവുണ്ടാകുമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ അഴിനി, നീ എന്നെ സഹായിക്കണമേ, അല ദിക്രിക്, നിന്നെ ഓർക്കാൻ, വശുക്രിക്, നിന്നോട് നന്ദി കാണിക്കാൻ. മൂന്നാമത് നമുക്ക് ചോദിക്കാനുള്ളത് വഹുസ്നി ഇബാദത്തിക്, നിന്നോടുള്ള ആരാധന നല്ല രീതിയിൽ ചെയ്യാൻ. ആരാധനകൾ ചെയ്യുക എന്നുള്ളത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാവുന്നതാണ്. പക്ഷേ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അതിൽ 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇഖ്ലാസ് ഉണ്ടാകണം. നിഷ്കളങ്കതയോടെ, ആത്മാർത്ഥതയോടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിൽ ഇബാദത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈ 2 കാര്യങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകൾ ഹുസ്നി ഇബാദത്തിക് എന്നുള്ള ഒരു തലത്തിലേക്ക്, ദറജയിലേക്ക് കടന്നു വരികയുള്ളൂ. നമ്മൾ ആലോചിക്കുക, എങ്ങനെയാണ് നമ്മുടെ നമസ്കാരങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ഖുർആനിൻ്റെ പാരായണം, എങ്ങനെയാണ് നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സ്വതക്കകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്ന ഏതേത് ആരാധനകളുണ്ടോ, ഇബാദത്തുകളുണ്ടോ, അതെല്ലാം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ, സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ, ഇഖ്ലാസോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലും രൂപത്തിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്. അവിടെ പരാജയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ചെയ്യുന്നു, പക്ഷേ ഇഖ്ലാസ് ഉണ്ടാകുകയില്ല. ഒരുപാട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയാകുകയില്ല ചെയ്യുന്നത്. പരലോകത്ത് ചെയ്യുമ്പോൾ, ചെല്ലുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ ഖേദം, സങ്കടം, വിഷമം നേരിടുന്ന എത്രയെത്ര ആളുകളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ എത്രയെത്ര ഹദീസുകളിലാണ് ഇത്തരം പരാമർശങ്ങൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവിടെയെല്ലാം എല്ലാ നമസ്കാര ശേഷവും നമ്മൾ അള്ളാഹിനോട് പറയുകയാണ്, വഹുസ്നി ഇബാദത്തിക്, അള്ളാഹുവേ നിനക്ക് ഇബാദത്തെടുക്കാൻ, അത് ഏത് ഇബാദത്താകട്ടെ, നിനക്ക് ചെയ്യുന്ന ഏത് ആരാധനയാകട്ടെ, അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബെ എനിക്ക് നൽകണേ. അപ്പം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അല ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദത്തിക്. അല്ലാഹുവേ അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അല ദിക്രിക്, നിന്നെ ഓർക്കാൻ, വശുക്രിക്, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദത്തിക്, നിനക്കുള്ള ഇബാദത്തുകൾ നല്ല രീതിയിൽ നിർവഹിക്കാൻ. ഈ പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നമ്മളിത് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ കൂടുതൽ നല്ല വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകാനുള്ള പൊതുവായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മദ്രസ ടീച്ചറാകാനുള്ള, ബെസ്റ്റ് മദ്രസ ടീച്ചറാകാനുള്ള എന്തെങ്കിലും കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.